ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് അനേക ആളുകൾ കുട്ടികൾ ചോദിക്കുകയാണ് പിതാവിനോട്, അച്ഛ അല്ലെങ്കിൽ അമ്മേ ദൈവമുണ്ടോ? അപ്പോൾ അന്നേരം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ അവരെന്ത് പറയും? മറുപടി പറയും, ദൈവത്തെ ഒന്നും കാണാൻ പറ്റത്തില്ല, ദൈവം വലിയ ഒരു ശക്തിയാണ്. താൽക്കാലികമായിട്ട് കുട്ടി അതിൽ തൃപ്തിപ്പെടും. പക്ഷെ അവന് കുറച്ചുകൂടെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് വിശ്വസിക്കാതെ, കാരണം കേവലം ഒരു ശക്തിക്ക് ക്രിയേഷൻ നടത്താൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം അവൻ ബോധ്യപ്പെടും. അതുകൊണ്ട് അങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ദൈവം ഉണ്ടെന്നുള്ളത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. വളരെ ബുദ്ധിമാനായ മനുഷ്യൻ, പല കണ്ടുപിടുത്തങ്ങളും നടത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇദ്ദേഹം പാരലൈസ്ഡ് ആണ്, കൈയും കാലിലും ചലിക്കത്തില്ല, കിടന്ന കിടപ്പിൽ ബെഡിൽ കിടക്കുകയാണ്. അപാര ബുദ്ധിയുണ്ട്. അപ്പൊ ചിന്തിക്കുക, ഇദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ബുദ്ധി വെച്ച് ഇയാളൊരു ഐഡിയ കണ്ടുപിടിച്ചു, ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. പക്ഷെ അത് ആപ്ലിക്കബിൾ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ പുതിയ കാര്യം പ്രവർത്തനപരത്തിൽ കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന് എഴുന്നേറ്റ് പ്രവർത്തിച്ചേ മതിയാവും. അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഐഡിയ പറഞ്ഞ് അദ്ദേഹം കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാകണം. അതില്ലാത്ത സാഹചര്യത്തിലോ ഇദ്ദേഹത്തിൻ്റെ ഐഡിയ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ബുദ്ധി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ബുദ്ധി മാത്രം പോരാ, അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ തക്കമുള്ള ശക്തിയും കൂടെ വേണം, പവർ വേണം എന്നും കൂടെ അല്ലേ സൂചിപ്പിക്കുന്നത്. ഇനി അതിനൊരു മറുവശം ചിന്തിച്ചേ. വളരെ ശക്തനായ ഒരു മനുഷ്യൻ, മന്ദബുദ്ധിയാണ്, കായികപരമായിട്ട് വളരെ സ്ട്രെങ്ത് ഉണ്ടെന്ന് കൂട്ടുക, പക്ഷെ ബുദ്ധി അല്പം പോലും ഇല്ല. അപ്പം ആ പവർ കൊണ്ട് മാത്രം പ്രയോജനമുണ്ടോ? അതും ഇല്ല. ഉണ്ടോ? അദ്ദേഹത്തിന് ബുദ്ധിയും കൂടെ വേണം, അല്ലേ? എന്നാലേ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ ഒരു വേറൊരു കോമ്പിനേഷനിലേക്ക് വരാം. ഈ പവർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഒരു പവറാണ്, കാറ്റ് ഒരു പവറാണ്, അല്ലേ? തിരമാലകൾ പവറാണ്, ഇതെല്ലാം പവറാണ്, സൂര്യപ്രകാശം പവറാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം ഒരു ക്രിയേഷൻ നടക്കത്തില്ല. ഒരു ക്രിയേഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്ത് വേണം? പവറും ബുദ്ധിയും കൂടെ പ്രവർത്തിക്കണം. പവറും ബുദ്ധിയും കൂടെ പ്രവർത്തിക്കണമെങ്കിൽ അതിനൊന്നും വേണം, തുച്ഛമായിട്ട് അതിന് ജീവൻ ഉണ്ടായിരിക്കണം, അല്ലേ? ഇപ്പോൾ ഇലക്ട്രിസിറ്റി പവറല്ലേ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് തലച്ചോറിലാണ്. അത് മനുഷ്യനെ സംബന്ധിച്ച് നമ്മളങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ. പക്ഷേ ബുദ്ധിയും ശക്തിയും ഒന്നിച്ച് ഒരാളിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ജീവൻ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ക്രിയേഷൻ നടത്തണമെങ്കിൽ അത് വേണം. അപ്പോൾ ആ ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ തക്കണമെന്ന് അതിനുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നു, അല്ലേ? ഇതിങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരിക്കണം, ഐഡിയ ഉണ്ടായിരിക്കണം. വെറുതെ ഒരു മറ്റേത് നമ്മൾ നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയും, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. പക്ഷെ അത് സമ്മൺ ഫീഡ് ചെയ്താണ്. അതിന് പുതിയ ഒരു ഐഡിയ ഉണ്ടാക്കാൻ തക്കണം സാധിക്കുമോ? പുതിയൊരു കണ്ടുപിടുത്തം നടത്താൻ അതിന് സാധിക്കുമോ? എന്തതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു അത് മാത്രമല്ലേ അത് പ്രവർത്തിപ്പിക്കത്തുള്ളൂ. അതല്ലേ വർക്കുള്ളൂ. അതിനപ്പുറമായിട്ട് ചിന്തിക്കാൻ തക്കണം കഴിയുമോ? ഇല്ല. ഏകദേശം ഒരു സഹജജ്ഞാനം പോലെ, അല്ലേ? കാക്ക കൂട് കൂട്ടുന്നത് കണ്ടിട്ടില്ലേ? വളരെ ഓപ്പണായിട്ട് കൂടുണ്ടാക്കും. എന്നാൽ വേറെ രൂപത്തിൽ കൂടുണ്ടാക്കാം എന്ന് കാക്ക ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബുദ്ധി എന്താണോ അത് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് റോബോട്ടുകൾ അങ്ങനെ തന്നെയാണ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ. അതിന് പുതിയ വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിച്ച് അതനുസരിച്ച് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല, അല്ലേ? അപ്പോൾ അത് മനുഷ്യനേ ഉള്ളൂ, മനുഷ്യനുണ്ട് ആ കഴിവ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജീവനുള്ള, ബുദ്ധിയുള്ള, ശക്തിയുള്ള ഒരു വ്യക്തിയാണ് ദൈവം. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. എന്നാൽ കാണാൻ കഴിയാത്ത എത്രയോ സംഗതികളുണ്ട്. സൂക്ഷ്മമായിട്ടുള്ള ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ തക്കണം കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അത് ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ലേ? ഉണ്ട്. കാറ്റ് ഒരു ഫോഴ്സാണ്. കാറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത്
കാറ്റ് വരുമ്പോൾ ഇലകൾ ആടുമ്പോൾ കാറ്റുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമോശമാണ്. അതുകൊണ്ട് പരിണാമവാദികൾ പലപ്പോഴും പറയുന്നത് ദൈവം ഉണ്ടെങ്കിൽ കാണിച്ചാട്ട്, അത് അവർ വിട്ടുത്തരമാണ് പറയുന്നത്. അപ്പോൾ കാണാൻ കഴിയാത്ത ഒട്ടനവധി സംഗതികൾ, നമുക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക, അല്ലേ? അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സൃഷ്ടി നടത്തണമെങ്കിൽ ബുദ്ധിയുള്ള, ശക്തിയുള്ള, ജീവനുള്ള ഒരു വ്യക്തി ദൈവം ഉണ്ട്. ദൈവത്തിന് മാത്രമേ ആ വിധത്തിൽ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം സാധിക്കുകയുള്ളൂ. മുൻ ഉള്ള വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താജ്മഹൽ നിർമ്മിച്ചത് ശില്പിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഉണ്ടായി വന്നല്ലോ, അല്ലേ? താജ്മഹലിനെ കുറിച്ച് നമ്മൾ അതിശയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ മഹത്തായ പ്രപഞ്ചത്തെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തത്? ഈ ഭൂമിയുടെ കറക്കം, അന്തരീക്ഷം, ഇതിലെ ജീവജാലങ്ങൾ, അല്ലേ? സൃഷ്ടിയുടെ എത്രയോ വലിയ വലിയ മഹത്വങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ തക്കണം കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദൈവമില്ല എന്ന് ചിന്തിക്കുന്നതോ മൂടൻ. ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബുദ്ധിയില്ലാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ബുദ്ധിമാരുടെ ലക്ഷണമല്ല ദൈവം ഇല്ലെന്ന് പറയുന്നത്, ബുദ്ധിയില്ലാത്തവരുടെ ലക്ഷണമാണ്. കാരണം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ട് അത് ഗ്രഹിച്ച് മനസ്സിലാക്കി അതിലൊരു ദൈവം ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തത് അവർക്കാണ്. അതുകൊണ്ട് ബുദ്ധിശൂന്യരാണ് ദൈവമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പ്രദാനം ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതോടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.